Surya Comedy എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ദിവസമായിട്ട് നമുക്ക് നോൺ വെജ് കുക്കിംഗ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക, നല്ല രസമായിട്ടിരിക്കുന്ന കുറച്ച് ചിക്കൻ ഞാനിവിടെ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി ചിക്കൻ കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റമാണ്. എന്ത് ഐറ്റമാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഷെഫിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ചിക്കൻ കൊണ്ട് എന്തുണ്ടാക്കും എന്നുള്ളത് ഷെഫ് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട്, രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ. പിന്നെ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ. ഷെഫിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ ഇനി പറയാം, ഡാൻസ്, പാട്ട്, ഇനി ഇല്ലാത്തതായിട്ടുള്ള അഭിനയം, മിമിക്രി എല്ലാം ചെയ്യും. കുക്കിംഗ് അതിൻ്റെ സൈഡിൽ കൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഇനി എന്താണ്, ഡാൻസ് ആണോ പാട്ടാണോ എൻട്രി ഒക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഷെഫിനെ ആദ്യം വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നാളെ. ഇന്ന് എന്താണ് സ്പെഷ്യൽ? വളരെ സുഖമാണ്, സുഖമായിട്ട് ഇവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ? നമ്മൾ രണ്ടുപേരും ബ്ലാക്ക് ആണ്. ഞാൻ പണ്ടേ ബ്ലാക്ക്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് നമുക്ക് ഇന്ന് ഞാനിത് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഗസ്റ്റിനെ കൂടെ വിളിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ പരിപാടികളിലേക്ക് കടക്കാം എന്ന് പറയുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാനായിട്ട് ഞാൻ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ചങ്ക് ബ്രോയും വിളിക്കുന്നുണ്ട് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഈ എപ്പിസോഡിൽ. ആരാധന നമുക്ക് വീണ്ടും ഞാൻ അറിയിക്കണോ? പോരട്ടെ. നമ്മളെ സ്വന്തം ഡൈനമിക് പേഴ്സണാലിറ്റി, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ സ്റ്റാർ, ഇപ്പോഴും സ്റ്റാർ ആണ് എങ്കിൽ പോലും മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കും എന്നുള്ള എൻ്റെ ഈ വാക്കും ഈ എപ്പിസോഡും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. വി ആർ കോളിംഗ് അപ്പോൺ അല്ലേ, ദി വൺ ആൻഡ് ഓൺലി വിഷ്ണു ഗോവിന്ദ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. തന്ന പൈസക്കെല്ലാം തള്ളിയിട്ടുണ്ട്, ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സാലഡ് ഒക്കെ ഉണ്ടാക്കി പോയിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഓബിയസ്ലി കുക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പൊ എങ്ങാനും വീട്ടിൽ പോയി ട്രൈ ചെയ്തോ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ആണ് പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ ഓർത്തിരിക്കുകയാണോ? ഞാൻ ഇല്ല, ഇപ്പോഴത്തെ ട്രൈ ചെയ്തില്ല. അല്ല, ഇതിപ്പോ കണ്ടപ്പോ എനിക്ക് ഇത് വേണം ട്രൈ ചെയ്യാൻ തോന്നിയില്ലേ? അപ്പൊ നമ്മൾ ആക്ച്വലി അതാ ഓരോന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേഹ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ വേഷന്ന് പണ്ടാറ് തുടങ്ങി ആ എപ്പിസോഡിൽ വന്ന എന്നിട്ട് അതെ ഒരുമാതിരി പന്ന പരിപാടിയായി പോയി ഷെഫ്. ഞാനാണെങ്കിൽ ആ ചേട്ടനെ കൂടെ കണ്ടപ്പോൾ വിചാരിച്ചൊരു ബിരിയാണി അപ്പോഴത്തേക്ക് തന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുക. ആദ്യം നമുക്ക് ഇതിനെ ലാമിനേഷൻ ചെയ്യാം. അത് നമുക്ക് ആദ്യം ഉണ്ടല്ലോ, ഈ ചിക്കൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള മോഡേൺ മീറ്റ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആയ മീറ്റിൻ എന്ന കമ്പനിയിലാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഹലാൽ ചിക്കൻ ആണ്. അതുപോലെ തന്നെ സയന്റിഫിക്കലി സ്ലോട്ടർ ചെയ്യുന്നതാണ്. ആൻഡ് ഈ സ്ലോട്ടർ ചെയ്യുന്ന മീറ്റ് തന്നെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വളരെയധികം ഗുണനിലവാരവും എല്ലാം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മീറ്റാണ്. അപ്പോൾ ഈ മീറ്റിൻ കമ്പനിയുടെ ഈ ചിക്കൻ മീറ്റാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പം കാണാൻ തന്നെ നല്ല രസമല്ലേ, നല്ല സ്ലൈസ്ഡ് ആയിട്ട് നല്ല. അല്ല, അവസാനമുള്ള കാര്യം പറഞ്ഞില്ല, അത് വളരെ മോശമായി. ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് കുക്ക് ചെയ്യുന്നത് ഷെഫ് നടനാണ്. ഇനി എന്ത് മീറ്റ് ആയാലും ഷെഫാണ് കുക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ചിക്കൻ നമ്മളിപ്പോ പറഞ്ഞല്ലോ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ആണ്, ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള പ്രോസസ്ഡ് മീറ്റ് ആണ്. അപ്പൊ എന്താണ് ഷെഫ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അയ്യോ, നമ്മളിവിടെ ഒന്നും എത്തിയില്ല. എന്താണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക്. പ്രോസസ്ഡ് മീറ്റിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബിരിയാണി വെക്കുന്നു, 100 പേർക്ക് ബിരിയാണി വെച്ചെങ്കിൽ 100 പേർക്കും കിട്ടുന്ന ബിരിയാണിയുടെ ചിക്കൻ ഒരേ ടേസ്റ്റ് ആയിരിക്കും. തൽക്കാലം ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതെന്താ നമ്മൾ ഇട്ടത്? മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു ഷെഫ്. കൊച്ച് കണ്ട് നമുക്ക് പരിചയമുള്ള, ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ ഡോഗിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മൈ ഡോഗ് എന്ന് ഇതെന്നെ പരിപാടി വീണ്ടെടുത്ത് പിന്നെ ആയിക്കോട്ടെ, പറഞ്ഞു തരത്തില്ല, ഇന്നൊന്നും പറഞ്ഞു തരത്തില്ല. ഞാൻ കാണുന്നേ ഉള്ളൂ, ഞാൻ ഇന്ന് ചില്ലിങ് മൂഡിലാണ്. ഓക്കെ, എനിക്കറിയാട്ടോ. എന്താ പറ? ഗീ ചിക്കൻ. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ ചിക്കൻ. അപ്പൊ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് തൈരും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി പിന്നെ ഉപ്പും ഒബ്സർവ് ചെയ്യൂ. അത് ഞാൻ നോക്കി പറഞ്ഞു.
ഒബ്സർവ് ചെയ്യും. അത് ഇപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ നമുക്ക് കാണാൻ പറ്റാത്ത ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എന്തേലും കൈപുണ്യം? അതെ. ഇത് മല്ലി. ഇതെന്താണ്? മല്ലിക്കോൺസ്. മല്ലിക്കോൾസ്. അടുത്തത് ഇതിട്ടു. എന്താണത്? കസൂരി മേത്തി. ഷെഫ് ഇതൊന്ന് പറയാവോ എന്തൊക്കെയായിരുന്നു? കണ്ടറിയത്തില്ലേ? നമ്മള് പച്ചമല്ലി ഇട്ടു, മേത്തി ഇട്ടു, ജീരകം ഇട്ടു, ജീരകം ഇട്ടു, ജീരകം എല്ലാം ഇട്ടൊന്ന് പറഞ്ഞു. ജീരകം ഇട്ടു. ധൈര്യം ഇട്ടു. മതി. എന്നിട്ട് ഓഫ് ചെയ്യാൻ ഇതൊന്ന് ആക്കിയിട്ട് ഓഫ് ചെയ്യുന്നു. അടുത്തതാണ് നമ്മുടെ സവാള ഗിരിഗിരി. അതെ. ഇല്ല, സവാള ഇട്ടു, അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. സവാള 4 ആയിട്ടല്ലേ? ദൈവമേ. ഗ്രാമ്പു ഇട്ടായിരുന്നു നമ്മള് ഗ്രാമ്പു ഇട്ടു. ഷെഫ് ഇത് പറയണ്ടേ, നമ്മൾ ഗ്രാമ്പു ഇട്ടു. നമ്മളെല്ലാം ഇട്ടു. ഇച്ചിരി ഇതിലാണ്. ഓക്കെ, എന്താണ് ഗൈസ് നിങ്ങളൊന്ന് നോക്കൂ എന്തപ്പോ നടന്നത്? നമ്മുടെ ഇവിടെയാണ്. ഇത് മൊത്തം എടുത്തോണ്ട് നമ്മൾ എന്ത് കഴിക്കും? തിരിച്ചു വന്നേ. അത് മൊത്തം ഞങ്ങൾ എടുക്കട്ടെ? പുളിയുടെ വെള്ളം പുളിയുടെ വെള്ളം ഒഴിച്ച് ഇതിട്ടിട്ടുണ്ടേ. എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇട്ടല്ലോ. മൊത്തം എടുത്തിട്ടെ ഒരു വഴിക്ക് നമ്മള് സ്പൈസി ഗീ റോസ്റ്റ് ചിക്കൻ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ആഡ് ചെയ്ത ഷെഫ്? ഇത് ഗ്രാമ്പു എവിടെ ഇട്ടിട്ടുണ്ട്? അത് എവിടെ ഇട്ടത്? ഓക്കെ, അപ്പൊ ഇതിലാണ്. ഇതിൽ എത്ര ഗ്രാമ്പ് ഇടണം? മതി. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ ഇട്ടതെന്ന് പറഞ്ഞു കൊടുക്കുമോ? വറ്റൽമുളകും നമ്മളെ കാശ്മീരിയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി തട്ടി കുറച്ച് ഒരു 1/2 കിലോ ചിക്കൻ നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണമെങ്കിൽ ഒരു സവാള 4ആയിട്ട് കട്ട് ചെയ്തിടാം. പിന്നെ ജിഞ്ചർ, ഗാർലിക്, പച്ചമല്ലി, ഗ്രാമ്പു, മേത്തി ലീവ്സ്, ഗാർലിക്, പിന്നെന്താ കേട്ടോ, ഇത്രയൊക്കെ തന്നെ. അപ്പൊ നമ്മള് പോയിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ്ചർ വന്നിട്ടുണ്ട്. ഇത് എന്റെ മിക്സ്ചർ. ചേട്ടന്റെ ഇവിടെ നല്ല ഒന്ന് മണക്കി മോനെ. അറേ വാ അല്ലേ. ഗീ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ ഗീ ഇങ്ങനെ എന്റെ ഗീ മൊത്തം എടുത്തിട്ട് ഇട്ടേക്കുവാണ്. നോക്കട്ടെ, അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലകൾ നല്ല ഭംഗിയിലാണ് ഗീ വീണത് അല്ലേ. ദൈവം. ഓക്കെ, അതിന് ശേഷം കുറച്ച് കറിവേപ്പില എടുത്തിട്ടു. മൊത്തം കറിവേപ്പില എടുത്തിട്ടോ? മൊത്തം എടുത്തിട്ടോ? മൊത്തം എന്ന് പറയുന്നത് ആകെ 8-10 ആണോ ഇത്? അല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് 8-10 ആണെങ്കിൽ ശരി ശരി. ഞാൻ ഇളക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, മസാല ഇനി എന്താ? ഇനി ആ മസാല മൊത്തം എടുത്തിട്ട് നമ്മൾ ഇടാം. ഇടട്ടെ, മൊത്തം ഇട്ടു. നല്ല ജോലിക്കൊക്കെ പോകുന്ന പാരന്റ്സിന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാൻ ഇളക്കിയിട്ട് വല്ലതും ബന്ധി പറ്റി കഴിഞ്ഞാൽ പിന്നെ എന്റെ പേര് പറയരുത് ചേട്ടാ, ഞാൻ ഇളക്കിയിട്ടാന്ന് പറയുന്നത്. ബുദ്ധിപരമായ കുട്ടി കാര്യമായി. ഈ ഗീ റോസ്റ്റിന്റെ ഉത്ഭവം അങ്ങ് മാംഗ്ലൂർ നിന്നല്ലേ? ആണ്. ഇതെങ്ങനെ പാടി കഴിഞ്ഞാൽ നമുക്ക് അത് എറണാകുളം സ്റ്റൈല് ഗീ റോസ്റ്റ് അത് മതി. അപ്പൊ നമ്മൾ ആദ്യം ഗീ ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സറും കൂടെ നമ്മൾ ആഡ് ചെയ്തേക്കുവാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കുവാണ്. പിന്നെ ചിക്കൻ വരെ ഇതിന്റെ അത് പ്രോൺസും ആഡ് ചെയ്യാം. അതെ, നല്ല മണം വരുന്നത്. മീറ്റ് നമുക്ക് ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം. അതെ, മീറ്റ് ഇംപ്രൂവൈസ് ചെയ്യാം. ഒരു മസാലയുടെ മണം മാറും. ഇതിനകത്ത് കുത്തു മസാലയുടെ മണം മാറുമ്പോൾ നമ്മൾ ആ ചിക്കൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. നല്ല മണമുണ്ട് അല്ലേ, അടിപൊളിയല്ലേ. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഒട്ടൊന്നും ഇല്ലാണ്ട് കാണാമായിരുന്നു. അവർ തിരക്കിലാണ്. പിന്നെ ഇതാ ചിക്കൻ ഇട്ട് തുടങ്ങുകയാണ്. ഞാൻ വേണ്ടേ ഇടാനിത്? ഓക്കെ, ഓരോരോ പീസായിട്ട് നമ്മുടെ മീറ്റിന്റെ ചിക്കൻ നമ്മൾ എടുത്തിട്ട് ഇടുകയാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. മഞ്ഞപ്പൊടി, തൈര്, ജീരകം,
ജീരകം ഇട്ടില്ലായിരുന്നു കുറച്ച്. ഇതാ ജീരകം ഇട്ടുണ്ട് കുറച്ച്. ജീരകം മറ്റേ നമ്മൾ അരച്ചോണ്ട് പോയതിന്റെ അകത്ത് അത് ഇത് അല്ല അതല്ല. ജീരകം ഇട്ട ജീരകം അതിൽ കാണില്ല. ആ ശരിയാ ശരിയാ ശരിയാ. എന്റെ ദൈവമേ. ഇത് ഒരു മിനിറ്റ്, ഇത് ഇച്ചിരി ചതി നടക്കുന്നുണ്ടോ മൊത്തത്തിൽ എടുത്തിട്ടിട്ട്. അത് മൊത്തത്തിൽ ഇട്ടു നീ. ഓക്കെ 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 അല്ലേ? ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആക്കും. നല്ല നീർദോശയായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഓ നീർദോശയും ഗീ ചിക്കൻ റോസ്റ്റും. ഓക്കെ നമ്മള് കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് വെക്കണ്ടേ വേവാൻ? ആ കുക്കിംഗ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ മതിയല്ലോ. കഴിഞ്ഞു ആ കുക്കിങ്ങിന്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് സംസാരിക്കാം. ഇനി ഇതിന്റെ അകത്ത് ഇരുന്ന് വെന്തോളൂ. വന്നോളൂ. എന്തോളം എത്ര 20 സമയം? മിനിറ്റ്സ് ആണ് മിനിമം. അതുകൊണ്ടാണ് ചിക്കൻ വെന്തോളൂ എന്ന് പറയുന്നില്ലേ. ചിക്കൻ അൽദെൻഡെ ടൈമിംഗ് പല പേരുണ്ട്. ഇപ്പൊ വിന്താലു എന്നൊക്കെ പലരും പറഞ്ഞില്ലേ. എന്തായാലും എന്ന് പറയുന്നത് വേവാൻ വേണ്ടി വെന്തോളൂ. എടുക്കും സമയം. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിക്കൻ വെന്തോളൂ. എന്തോളും വല്ലാണ്ട് കൂടി പോയെന്ന് തോന്നുന്നു. ഇതിന്റെ ഫ്ലെയിം എങ്ങനെ കുറയ്ക്കണേ? അങ്ങോട്ട് ഓഹോ ഇങ്ങനെ ചായ വരുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഒന്ന് തരുമോ? ഉപ്പ് മാത്രം പറഞ്ഞാൽ മതി. ഉപ്പ് വേണ്ടേ? ഉപ്പ് കുറച്ചുകൂടെ വേണം, എനിക്കറിയാം. ഓ ഞാൻ ആദ്യമായിട്ട് കറക്റ്റായിട്ടൊരു ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു ഉപ്പ് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കത്തുള്ളൂ. ഇതിനകത്ത് എനിക്ക് മനസ്സിലായി ഉപ്പ് കുറച്ചുകൂടെ വേണം. നമുക്ക് ഉപ്പ് വേണ്ട. വേണ്ട നോക്കട്ടെ. നോക്കൂ. ആ ശരിയാ ശരിയാ. ഞാൻ ഒറ്റ പ്രാവശ്യം പുളിപ്പുള്ള എന്താ ഒരു പുളിപ്പുണ്ട്. കൂടി എന്തെങ്കിലുമൊക്കെ മാറി നിക്കണല്ലോ അതിന്റെ ഒരു. ഷെഫ് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചാലോ? വേണ്ട, വെള്ളം ഒഴിക്കണ്ട. എന്താ ചിക്കനിന് വെള്ളം ചിക്കന് ഇപ്പൊ നമ്മളിവിടെ പുതിയ കുറെ പുള്ളിക്കാരൻ മനസ്സിലാക്കി എന്താ പറയാ, ചിക്കന് നേഹെ പോലെ ആണ്, അതിനകത്ത് കിടന്ന് വെള്ളം ഇറക്കും. നിങ്ങളിതൊന്നും കണ്ട് ചിരിക്കരുത്, ദൈവത്തെ പറഞ്ഞ് ഞാൻ പറയണത്. ഇതൊക്കെയാണോ ചിരിക്കാൻ? ഹലോ നല്ല കണ്ടോ, നല്ല അടിപൊളി, നല്ല വായിക്കിടപ്പ് പോയതിനാ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ. കപ്പല്. അപ്പൊ നമ്മൾ കുക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറേ അധികം ഫുഡ് നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഓൺലൈൻ വഴി ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഫുഡ്, പക്ഷെ നമ്മൾ ഇതിനെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മിക്ക രാജ്യങ്ങളിലും പോയി അതാത് രാജ്യങ്ങളുടെ ടേസ്റ്റ് അതാത് രാജ്യങ്ങളിൽ ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ചില സമയത്ത് ചില വ്യക്തിത്വങ്ങളുടെ വീഡിയോസ് വരും. അപ്പോൾ ആ വ്യക്തിത്വങ്ങളുടെ കൈപുണ്യം, നേരത്തെ ഇദ്ദേഹം പറഞ്ഞ കണക്ക് ആ ഡിഷ്, ഇപ്പോൾ ബീഫ് തന്നെ നമ്മൾ ഫ്രൈ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഫ്രൈ, അപ്പം അത് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയുള്ളൂ. ആ പുള്ളി ഫോണിലെടുത്ത് നോക്കുക. ഞാൻ ഗൂഗിൾ ചെയ്യായിരുന്നു. അല്ല, എനിക്ക് ആക്ച്വലി അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ഡിഷ്, അതൊരു മീനിന്റെ മുട്ടയാണ്. മീനിന്റെ കാവിയർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുട്ടയ്ക്ക് എന്താ സ്വർണ്ണം എന്തെങ്കിലും? സ്വർണ്ണമല്ല, ആ മീൻ അത് ഈ പറയുന്ന പോലെ ആ മീനിൽ നിന്ന് എടുത്ത് അതിനെ അത് ആക്ച്വലി ആ മുട്ട മാത്രമേ ഉള്ളൂ, ഭയങ്കര റേറ്റ്. അതിന്റെ പ്രസന്റേഷൻ ചെറിയ മണി പോലത്തെ സാധനം. മീൻ മുട്ടയോ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇഷ്ടമല്ല മീൻ മുട്ട, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മീൻ മുട്ട. അതാണ് വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ്. അത് എവിടെയാ നമുക്ക് കിട്ടുക? അത് എനിക്ക് തോന്നുന്നു ദുബായിൽ കിട്ടുമല്ലേ? ദുബായില്. ഇപ്പൊ നമ്മള് വെന്തോ? നമ്മള് കണ്ടില്ല, അത് പൊളിച്ച് ചിക്കൻ വെന്തോ ജസ്റ്റ് ഞാൻ എടുക്കുക. കൊതി കൂടി നിൽക്കുന്ന കുട്ടികൾ കുഴപ്പമില്ല, ഞാനിത് മൊത്തം കഴിഞ്ഞിട്ടാണ്. അതെ അപ്പോൾ നിൽക്കും, അത് ഇടത്തെ കൈയെ കാണിക്കത്തുള്ളൂ. എന്ത് വൃത്തിയായിട്ടാ അതേ തിരിച്ച് അവിടെയും കൊടുക്കുക, അങ്ങനെ ടിഷ്യൂ ഞാൻ എടുത്തോട്ടെ. എടുത്തോ, ഞാൻ തരാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ അല്ല എനിക്ക് പുള്ളി സ്വയം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനാണോ ഇത് കുക്ക് ചെയ്തത്? അടിപൊളി. My God. എക്സ്പ്രഷൻ ഇത് നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു കുക്കിംഗ് ടൈമാണ്. അങ്ങനെയല്ല, വീട്ടിൽ ചെന്നിട്ട് ഞാൻ തന്നെയാണോ ഇതൊക്കെ? അല്ല, ഇത് ആക്ച്വലി ബേസിക്കലി ഈ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ച് മാക്സിമം ടേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കൾനറി സ്കിൽ എന്നുള്ളത്. സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
അല്ലാതെ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് അതുപോലെ പരിപാടി ചെയ്ത് ഇതല്ലാതെ വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് മാക്സിമം അതാണ്. മണം അടിക്കുന്നു രണ്ട് സൈഡിൽ നിന്നും. രണ്ടുപേരുടെയും നല്ല നല്ല ചിക്കൻ കറി ആണെന്ന് തോന്നുന്നു. ഹലോ 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 പേര് പറഞ്ഞ് നശിപ്പിക്കരുത്. ഗീ റോസ്റ്റ് ചിക്കൻ കറി, നല്ല സ്മെൽ. ഗീ റോസ്റ്റ് ചിക്കൻ കറി എന്നല്ല, ചിക്കൻ ഗീ റോസ്റ്റ്. അതെ, ചിക്കൻ ഗീ റോസ്റ്റ്. ഈ പൈസ കൊടുക്കരുത് ഇപ്രാവശ്യം അങ്ങനെ. ഇത് നമ്മുടെ റെഡി ആയോ? നമ്മുടെ സമയം കൊടുക്കുക. അതെ ഷെഫ്, ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള സമയത്ത് ഇപ്പം ഷെഫ് ചൈനയിലും തായ്ലൻഡിലൊക്കെ, അതെ ഞാൻ അങ്ങോട്ട് വരാൻ പോവാണ്. തായ്ലൻഡിലൊക്കെ ട്രാവൽ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അവിടെ ഇങ്ങനെ പുഴുക്കളെ തിന്നാ, കോക്രോച്ചിനെ തിന്നാ, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങള് ട്രൈ ചെയ്തിട്ടുണ്ടോ ചേട്ടനോ? രണ്ടുപേരും. ഞാൻ ആക്ച്വലി ഇനി നമുക്ക് ഈ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഈ ഫുഡ് റിസർച്ച് പരിപാടിയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്? ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ഈ പറയുന്ന പോലെ ഈ ഇൻസെക്ട്സിനെ തിന്നാനായിട്ടൊരു ഒരു അർത്ഥം വേണ്ട, അതൊരു കൾച്ചറിന്റെ ഭാഗമാണ്. എല്ലായിടത്തും മറ്റേ സെറ്റിൽഡ് ആയിട്ടുള്ള ഫുഡിന് ഒരു കൾച്ചറൽ ബാക്കപ്പ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ നടുവേദനയും പരിപാടിയൊക്കെ ആയിട്ട് ജിമ്മിൽ പോകുന്നു. അപ്പം നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം, അതിനുവേണ്ടി നമ്മൾ ചിക്കൻ കഴിക്കുന്നു, മീറ്റ് കഴിക്കുന്നു, പനീർ പരിപാടി. ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ് ഇൻസെക്ട്. ഇൻസെക്ട് പ്രോട്ടീൻ ഭയങ്കര ഇതാണ്. അത് നമുക്ക് ആർക്കും അറിയില്ലത്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർക്ക് വേറെ മീറ്റും ഇതൊന്നും സോഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഇൻസെക്ട് കഴിച്ചിരുന്നത്. അതുകൊണ്ട് ചെറുതിയെ കടിച്ച് നമ്മൾ അലർജി ആവുന്നു. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് വിഷം പ്രോട്ടീൻ അല്ലേ. അതുപോലെ നമ്മുടെ കക്കാറച്ചിയുടെ ഇതില്ലേ, അത് പ്രോട്ടീനാണ്. നമ്മൾ കളയുന്ന അതെ, ഈ മുട്ടയ്ക്കകത്തിരിക്കുന്ന തോട്, ഈ മുട്ടത്തോടിനകത്തൊരു വൈറ്റ് മെമ്പറൈൻ ഉണ്ട്. അത് എന്തുമാത്രം കൊളാജൻ കണ്ടന്റ് ആണെന്ന് അറിയാം? അറിയത്തില്ല. അതെടുക്കുക, അരയ്ക്കുക, ഫേസിൽ പാക്ക് ഉണ്ടാക്കുക. ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിടുന്നു. കസൂരി മെത്തി ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഇങ്ങോട്ട് ഇടുന്നല്ലേ കണ്ടോ, അല്ലാതെ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താ ഞാൻ നോക്കി പിന്നെ ശ്രദ്ധിക്കായിരുന്നു. ഇവിടെ നമ്മുടേത് ഗ്രേവി ഇച്ചിരി ഇതാണ് ഇതിന്റെ വേവ്. ഇതില്ലേ നമ്മുടെ ഈ എണ്ണയില്ലേ, എണ്ണ തെളിയുന്നതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പൊ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിക്കോണ്. പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് പുട്ടാണ്. നമ്മളിപ്പോ പുട്ടിനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ, പുട്ടും പപ്പടമൊക്കെ കഴിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പം പപ്പടമൊക്കെ ഉണ്ടോന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ അറിയാം. എന്തായാലും ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും ചിക്കൻ ഗീ റോസ്റ്റ് ഇസ് റെഡി. നമുക്ക് സെർവ് ചെയ്യാം. ഇത് കുറച്ചുകൂടി എന്താ പറയാ, കറി ബേസ്ഡ് ആണ്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ കുറുകിയിട്ടാണ്, ഗ്രേവിയാണ്. ഷെഫും ചേട്ടനും ഒപ്പം സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ ലെഗ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല ചിക്കൻ ലെഗ് ആണ്. ഷെഫിന്റെ കുറച്ചുകൂടെ ഗ്രേവി കൂടുതലാണ്. എല്ലാരും അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ഒരുപാടല്ല, മീൻസ് അതിങ്ങനെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. പുട്ടും ചിക്കൻ കറി, പുട്ടും ബീഫ് കറി, എവരിതിങ് ഇസ് ഡെഡ്ലി കോമ്പിനേഷൻ. അതെ, പുട്ടിന്റെ കൂടെ കാർബിന്റെ കൂടെ എല്ലാം നല്ലതായിരിക്കും. കറക്റ്റ് ആണ് കേട്ടോ. എന്തിനാണോ ഇങ്ങനെ ഇറക്കുന്നത്? അല്ല, എനിക്കുള്ള ആൾത്ത് വെച്ചിട്ടില്ല. എങ്ങനെയുണ്ട് പുട്ടിന്റെ കൂടെ ചിക്കൻ ഗീ റോസ്റ്റ്? പൊളി. ഇതിനാ പുളിയുടെ പുളിവെള്ളം ഒഴിച്ചുള്ള സാധനമാണ്. അതിങ്ങനെ സബ്ലയർ ക്ലാസിക് സാധനം. ആൾക്കാർ ചിക്കൻ കറി ചെയ്യാത്തൊരു സാധനം. വെരി ഗുഡ്, വെരി 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 പവർഫുൾ. ഇതിന് പോയിട്ട് വൈഫിന് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് ഇംപ്രസ്ഡ് ആയി പോകും. എനിക്ക് അറിയായിരുന്നു, ഞാനത് ഇങ്ങോട്ട് നോക്കി എനിക്ക് തരുന്നുണ്ടോന്ന്, പക്ഷെ ഇല്ലാതെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ അടിപൊളിയല്ലേ? കുറച്ച് ഇതുണ്ടെങ്കിലേ നമ്മളെ കുറച്ച് തേങ്ങ കൊത്ത്, തേങ്ങ കരിക്കും, പിന്നെ കുറച്ച് കശുവണ്ടി എന്നിങ്ങനെ നന്നായിട്ടുണ്ട്. ഡ്രൈ ഫോർമാറ്റിലാണ് ഡ്രൈ ആണ് വിഷ്ണു ചെയ്തിരിക്കുന്നത്. നല്ല പൂരിയുടെ കൂടെ അടിപൊളിയായിരിക്കും. ഉച്ചയിൽ നിപ്പുണ്ട്. വിഷ്ണു ചെയ്തത് വേറെ ആർക്കും വേണ്ടിയല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്.
ഒളിഞ്ഞു നിന്ന് കണ്ടുപിടിച്ചെങ്കിലും ശരിയായിട്ടുണ്ട്. അല്ല എങ്ങനെയുണ്ട്? ഞാനത് ടേസ്റ്റ് ചെയ്തത്. ഞാനും ടേസ്റ്റ് പിന്നെ മീറ്റ് കുറച്ച് ഭയങ്കര ഫ്രഷ് ആണ്. ഒരു 20 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്യേണ്ട ടൈമുള്ളൂ. നമ്മൾ അടച്ചു വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഇളയതാണ്. അതെ കറക്റ്റ്. അതിന്റെ ഒരു വലിയ ഫാക്ടർ. മീറ്റ് ഇളയതാണെന്നോ? ഇളയതല്ല, മൂത്തയാളെ കെട്ടിച്ചു വിട്ടത്. അതെത്തൊക്കെ അപ്പോൾ അടിപൊളി. ചിക്കൻ്റെ കാലെടുക്കാം. പുളിപ്പുണ്ട്. പുളിപ്പ് ഇതിന്റെ ആണോ? അതിന്റെയാണ് പുളിയുടെ ഫ്ലേവർ. ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സാലഡ് ആണല്ലോ ഉണ്ടാക്കിയത്. ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റും പുട്ടൊക്കെ കൂടിയാണ് നമ്മൾ കഴിച്ചത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കുക്കിംഗ് സെഷൻ? ഷെഫ് എൻ്റെ ഒരു കൾനറി ആന്ത്രപ്പോളജി നോളജ് അനുസരിച്ച് അങ്ങനെയല്ലേ പറയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കുട്ടി തളയ്ക്ക് വിളിച്ചു ആന്ത്രപ്പോളജി. റഷ്യൻ ഭാഷയിൽ എങ്ങനെയാണ്? റഷ്യൻ ഭാഷയിൽ പലതും ഉണ്ട്, ഞാൻ പറയുന്നത്. നല്ലതായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു, വായി വെക്കാൻ കൊള്ളായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. ഇതിനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കുമോ? ട്രൈ ചെയ്യോ? സിമ്പിൾ അല്ല, ഉണ്ടാക്കുമെന്ന്. അല്ല ഇത് എനിക്ക് ഇതിന്റെ മിക്സ് ഓഫ് ഫ്ലേവർ ആണ് ഭയങ്കര ഇഷ്ടമായത്. അതായത് ഇതിന്റെ പുളി ഒഴിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുമ്പം ഇടയ്ക്കൊരു മീൻകറിയിലേക്ക് ഒരു ഫ്ലിപ്പ് വരും. ഇത് മീൻകറിയാണോ ഇത് ചിക്കൻ കറിയാണോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അന്നേരം പറയും അല്ലെ ചിക്കനാണ്, ചിക്കൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഗീയുടെ ഒരു ഫ്ലേവർ പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര റിച്ചായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. മാത്രമല്ല വീട്ടിൽ പെണ്ണുമ്പിളേന് ചീത്ത വിളിച്ചാലും പറയാമല്ലോ ഷെഫറിന്റെ പഠിച്ചിട്ട് അതൊരു അപ്പീലിംഗ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മീറ്റിന്റെ ഫുഡ് പ്രോഡക്റ്റ് ആണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെയും അതുപോലെ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള നമ്മുടെ മോഡേൺ മീറ്റ് പ്രോസസിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മീറ്റ് എന്ന് പറയുന്നത്. ചിക്കൻ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് മീറ്റ് ഫുഡ് പ്രൊഡക്ട്സ് ആണ്. കോഴി ബിരിയാണി വെച്ച് പ്ലീസ് നോട്ട്, ഇത് കേരളത്തിലെ നമ്മൾ ചിക്കൻ എല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സ്വന്തം. അടുത്തത് നമ്മുടെ ഫാം ഗ്രെയിനിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഈറ്റ് പ്യോർ ലിവ് സ്ട്രോങ്. 2 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ദീപം ഫുഡ് പ്രൊഡക്ട്സിന്റെ ജാം, അതുപോലെ തന്നെ പിക്കിൾ, അതുപോലെ സോസ് എല്ലാം ഇപ്പം അറിയപ്പെടുന്നത് മെസ്ബ ഫുഡ് പ്രൊഡക്ട്സിന്റെ രീതിയിലാണ്. അപ്പം അതിന്റെ ഒരു ഗിഫ്റ്റ്. അടുത്തതായിട്ട് ഇത് ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ്, നമ്മുടെ വെസ്റ്റേണിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. എല്ലാം ഭയങ്കര സിമ്പിൾ. അടുത്തത് മേജർ പുട്ടുപൊടിയാണ്. തള്ളോട് തള്ളെന്ന് പറയുന്നവരാണ്. അപ്പൊ നമ്മള് ഒന്നുകൂടെ കുറച്ചുകൂടെ തള്ളാൻ വേണ്ടി നമ്മൾ മേജർ പുട്ടുപൊടിയാണ് കൊടുക്കുന്നത്. ഇത്തിരി പൊടിക്ക് ഒത്തിരി ഈ കറി ഉണ്ടാക്കി കഴിച്ചു. അതെ, ചിക്കൻ ഗീ റോസ്റ്റും പുട്ടും കൂടെ, മേജർ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. ഇവിടെ എല്ലാവരും ഇത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇനിയും ഒത്തിരി അധികം വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസും ആയിട്ട് ഷെഫും ഞാനും നമ്മുടെ ഗസ്റ്റുകളൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് വിഷ്ണു ഗോവിന്ദൻ. ബൈ.